യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമത്തിൽ വീണ്ടും നിങ്ങളെ ഈ ഹോപ്പ് ചാനൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് എന്നുള്ളതായ 9ാമത്തെ കൽപ്പനയാണ്. അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് ഈ ഭൂമിയും സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചു. അവിടെ ഞങ്ങളുടെ സൃഷ്ടാവാകുന്നു. ആ ദൈവത്തെ ഓർക്കുന്നതിനും അത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഭോഷ്കിൻ്റെതായ അനുഭവം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഈ തിരുവചനങ്ങളെ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ നന്ദിയുടെ സ്തോത്രം. അത് പാലിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. എൻ്റെ കീഴിലുള്ള എൻ്റെ ശബ്ദപരിധിയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഗ്രഹങ്ങൾ അനവധിയാകുന്നു, ആവശ്യങ്ങൾ അനവധിയാകുന്നു, അതൊക്കെയും കർത്താവ് തരുന്നു. നന്ദിയോടെ സ്തോത്രം. തിരുകൃപ അടികൊണ്ടിരിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അതേ പുറപ്പാട് പുസ്തകം 20ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ വാക്യം ഞാൻ ഇപ്രകാരം വായിക്കുന്നു: കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. ഇത് 9ാമത്തെ കൽപ്പനയാണ്. അതേ ആദ്യം മുതലുള്ളതായ കൽപ്പനകളെക്കുറിച്ച് നാം പഠിച്ചു വരികയാണ്. അതായത് മോശയുടെ കൈവിൽ ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതിയതായ കൽപ്പനകൾ കൊടുത്തു. അത് സമാഗമന കൂടാരത്തിലെ അതേ പെട്ടകത്തിൽ വയ്ക്കുകയും അത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി തീരുകയും ചെയ്തു. എന്നാൽ ഈ കൽപ്പനകളൊക്കെയും കൊടുത്തത് അവരുടെ സാമൂഹിക വ്യവസ്ഥയുടെ നന്മയ്ക്കും ഉറപ്പിനും കെട്ടുറപ്പിനുമായിരുന്നു. അതുകൊണ്ടാണ് ഈ കൽപ്പനയുടെ പ്രാധാന്യം. ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ കൽപ്പനയും വിശുദ്ധമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് തിരുവചനം വായിക്കുന്നു, അതിൽ നിന്ന് പഠിക്കുന്നു, പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ നാം പോകുന്നു. കള്ളസാക്ഷ്യം പറയുന്നത് ഒരു മനുഷ്യൻ്റെ പ്രവണതയായിത്തീരുന്നു. അതൊരു കുറ്റമായിട്ട് ആരും കരുതാറില്ല. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസംഗം ഞാനിവിടെ പ്രസംഗിക്കുന്നത്. അതായത് ഫോൾസ് സ്പീക്കിംഗ് ഇൻ എനി മാറ്റർ, എവറി അറ്റംപ്റ്റ് ഓഫ് പർപ്പസ് ടു ഡിസീവ് അവർ നെയ്ബർ ഈസ് ഹിയർ ഇൻക്ലൂഡഡ്. An intention to deceive is what constitutes a falsehood. By a glance of an eye, a motion of the hand, an expression of the countenance, a falsehood may be told as effectively as by words. നാം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ടുള്ളതായ പ്രകടനങ്ങൾ, കൈ കൊണ്ടുള്ളതായ ആക്ഷൻസ്, ഇതൊക്കെയും എന്തു ചെയ്യാണ്? മനുഷ്യനെ കള്ളം പറയാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട്. അതൊക്കെയും എന്താണ്? കള്ളം ചെയ്യുന്നതായ ആ പ്രവൃത്തിക്ക് അത് അനുകൂലമാണ്. ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ തക്കവണ്ണം നാം വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 8:44 നാം വായിക്കുന്നത്, അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? പിശാചിനെ കുറിച്ചാണ്. അതായത് പിശാച് ആദ്യം മുതലേ കള്ളം പറയുന്നതായിട്ടുള്ളതായ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-4 ഞാൻ വായിക്കുന്നു: പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് പറയുന്നു. ഇത് ആദ്യത്തെ കള്ളമാണ്. ആ കള്ളത്തിൻ്റെ അനന്തരഫലമായിട്ടുള്ള അനുഭവങ്ങൾ ഇന്നും ഈ ഭൂമിയിൽ ഉണ്ട്. അതായത് മനുഷ്യൻ മരിക്കയില്ല, അത് മരിച്ചാലും ജീവിക്കും. മോഡേൺ സ്പിരിച്വലിസം എന്ന് പറയുന്നത് എന്താണ്? അത് പഴയ കാലത്തുണ്ടായിരുന്നായ ഒരു ഐഡൽ വർഷിപ്പാണ്, അല്ലെങ്കിൽ വിഗ്രഹാരാധനയാണ്. അതുപോലെ ദൈവമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മരിക്കയില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് ഇങ്ങനെ മനുഷ്യനെ വഴിതെളിക്കുന്നതായ ചില ചിന്താഗതികളാണ്. എന്നാൽ അതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നതാണ് കള്ളം പറയുന്നതായ പിശാചിൻ്റെ സ്വഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സദൃശ്യവാക്കുകളിൽ നാം വായിക്കുന്നുണ്ട്. 6ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 19 വരെയുള്ളതായ വാക്യം ഇപ്രകാരം ഞാൻ വായിക്കുന്നു: 6 കാര്യം യഹോവയ്ക്ക് യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു: ഗർവുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാതെ രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. കള്ളസാക്ഷ്യം യഹോവയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ആണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അങ്ങനെ കാര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതായ വ്യവസ്ഥാവിധിയും ദൈവം കൊടുത്തിരിക്കുന്നു. നമുക്ക് ആവർത്തന പുസ്തകം 19ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവൻ്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത്. 2-3 സാക്ഷികളുടെ വാമൊഴിമേൽ കാര്യം ഉറപ്പാക്കണം.
അതുപോലെ ഒരുത്തിന് അകൃത്യമുണ്ടെങ്കിൽ അവനെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അത് നാം താഴോട്ട് വായിക്കുകയാണെങ്കിൽ അത് മനസ്സിലാകും. കാരണം ദൈവത്തിന് അറിയാമായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വഴിവഴച്ച ജീവിതത്തെക്കുറിച്ച് അറിയാമായിരുന്നു ദൈവം. അതിനുള്ള ഉപാധികൾ കൊടുക്കുന്നതായ സാഹചര്യത്തെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മോട് അനുശാസിക്കുന്നത്. ഇനി അതിനെക്കുറിച്ചുള്ള ചില ഉദാഹരണങ്ങൾ പറയുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വേദപുസ്തകത്തിൽ അനേക ഉദാഹരണങ്ങൾ മനുഷ്യൻ കള്ളം പറയുന്നതിനെക്കുറിച്ച് ഉണ്ട്. ഏതാനും ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ ഏവരുടെയും ചിന്തയ്ക്കായിട്ട് വയ്ക്കുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നാമാൻ എന്ന് പറയുന്നതായ ഒരു സിറിയൻ പടയാളി ഉണ്ടായിരുന്നു, കമാൻഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുഷ്ഠമുണ്ടായിരുന്നു, കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ ഇത് ആരോടും അറിയിക്കാതെ ഇരുന്നതായ നാഴികയിൽ ഒരു അവസരത്തിൽ തൻ്റെ ഭവനത്തിൽ വേല ചെയ്തിരുന്നതായ ഒരു ഇസ്രായേലി പെൺകുട്ടി തൻ്റെ ഈ വീട്ടിലെ ഈ നാമാൻ്റെ ഭാര്യ ദുഃഖിച്ചിരിക്കുന്നതായി കണ്ട് അവളോട് ചോദിക്കുകയാണ്, അല്ലയോ യജമാനത്തി, എന്താണ് നീ ദുഃഖത്തിൻ്റെ കാരണം? അപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് നല്ലവണ്ണം അറിയാമായിരുന്ന ആ സ്ത്രീ അവളോട് പറഞ്ഞു, നിൻ്റെ യജമാനന് ഇതുപോലെ കുഷ്ഠമുണ്ട്, അത് ഞങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്, ആ കാര്യത്തിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഈ യജമാനൻ്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ മാറുവാൻ തക്കവണ്ണം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നുള്ള കാര്യം അവളോട് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ യജമാനത്തി നാമാനോട് വിവരം പറഞ്ഞു. നാമാൻ ഉടനെ രാജാവിൻ്റെ ഒരു എഴുത്തുമായിട്ട് ഈ യഹൂദയിലുള്ള രാജാവിൻ്റെ അടുത്ത് വരികയാണ്. അവിടെ വന്നപ്പോൾ രാജാവ് അങ്ങ് ആകപ്പാടെ സ്തംഭിച്ചു പോയി. താൻ തൻ്റെ വസ്ത്രം കീറി, എന്ത് ഞാനിവിടെ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അവിടെ പ്രവാചകൻ ഒരാളിനെ വിട്ട് പറയിച്ചു, ആ വ്യക്തിയെ എൻ്റെ അടുത്ത് അയക്കുവാൻ തക്കവണ്ണം. അങ്ങനെ അവിടെ എത്തിച്ചേർന്നായ ഈ നാമാൻ വിചാരിച്ചു പ്രവാചകൻ തന്നെ വന്ന് സ്വീകരിച്ച് തൻ്റെ രോഗത്തെ ഭേദമാക്കി ഉടനെ പറഞ്ഞു വിടും എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല, അവിടെ വരുന്നതിന് മുൻപ് തന്നെ ഒരു ദാസനോട് പറഞ്ഞു വിട്ടു. തൻ്റെ ദാസനായ ഗേഹസിയെ പറഞ്ഞു വിട്ടു. ആ നയമാനോട് എന്ന് പറഞ്ഞു, നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ നിൻ്റെ രോഗം മാറും എന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ അത് കേട്ട മാത്രയിൽ ഈ നയമാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എൻ്റെ ദേശത്ത് വലിയ നല്ല നദികളുണ്ടല്ലോ, ഇവിടെ ഈ ചേർന്ന് നിറഞ്ഞതായ യോർദാൻ നദിയിൽ പോയി ഞാൻ മുങ്ങിക്കുളിക്കണമോ എന്നുള്ള ഒരു ചിന്താഗതി അവൻ്റെ മനസ്സിലുണ്ടായി. അതുകൊണ്ട് തിരിച്ചു പോകാൻ തക്കമുള്ള ആലോചന വരെ അവനുണ്ടായിരുന്നു. എന്നാൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ ദാസന്മാർ ഒരുത്തൻ പറഞ്ഞു, പ്രവാചകൻ നിന്നോട് വേറൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, നീ യോർദാൻ നദിയിൽ പോയി മുങ്ങിക്കുളിക്കുവാൻ മാത്രമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവനൊരാശ്വാസം തോന്നി. അവൻ പോയി യോർദാനിൽ മുങ്ങിക്കുളിച്ചു. 7 പ്രാവശ്യം മുങ്ങി. അതോടുകൂടി അവൻ്റെ കുഷ്ഠം മാറിയതായിട്ടുള്ളതായ ഒരു രേഖ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ അതുകൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല. ആ വ്യക്തി സന്തോഷത്തോടെ തിരിച്ചു വന്നു. പ്രവാചകനോട് പറയുകയാണ്, അതാ ഞാനിതാ കുറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നീ സ്വീകരിക്കണമെന്ന്. എന്നാൽ പ്രവാചകന് സമ്മതിച്ചില്ല. എനിക്ക് നിന്നെ സമ്മാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ദൈവമാണ് നിന്നെ സൗഖ്യമാക്കിയത്, അതിനെനിക്ക് യാതൊരു മുടക്കവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യന് തിരിച്ചു പോകുന്നതായ നാഴികയിൽ ഗേഹസി എന്ന് പറയുന്നതായ പ്രവാചകൻ്റെ ദാസന് പെട്ടെന്ന് മോഹം തോന്നി. അവൻ വന്ന് നാമാനോട് കള്ളം പറഞ്ഞു, അതെ ആരോ വന്നു, അവർക്ക് കൊടുക്കുവാനായി ഇന്നതിന്നത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതായ നാഴികയിൽ പ്രവാചകൻ പറയുകയാണ്, നീ ഇങ്ങനെ കള്ളം പറഞ്ഞു, നീ ഇങ്ങനെ ചതിവ് ചെയ്തു, അതുകൊണ്ട് ആ നയമാനുണ്ടായിരുന്ന ആ കുഷ്ഠം നിനക്ക് ഉണ്ടാകും, അതെന്നേക്കുമായിരിക്കും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ താൻ കള്ളം പറഞ്ഞതുകൊണ്ട് അതിൽ നിന്നും ലഭിക്കുന്ന ചിലരുടെ കാര്യം കൊണ്ട് അവന് അതൊരു നന്മയായിട്ട് തീർന്നില്ല, അതവനൊരു ശാപമായി തീർന്നു എന്ന് നാം ഇവിടെ നിന്ന് പഠിക്കുകയാണ്. ആയതുപോലെ പുതിയ നിയമത്തിലുള്ളതായ ഒരു ചെറിയ കഥ കൂടി പറയുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു, അനേകർ സുവിശേഷം കേട്ടു, എല്ലാവരും ഒരുമനപ്പെട്ട് എല്ലാവരും അവരുടെ വസ്തുക്കളൊക്കെ ഒന്നിച്ചു കൂട്ടി കൊടുത്തിരിക്കുന്നതായ നാഴികയിൽ ഒരു കുടുംബം, അതായത് അനന്യാസ് സഫീറ എന്ന് പറയുന്നതായ ഫാമിലി, ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു അവർക്കുള്ളതും സഭയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി. അങ്ങനെ അവരെ സഭയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി അവരുടെ വസ്തുവകകൾ വിറ്റ നാഴികയിൽ അവരുടെ മനസ്സിൽ പിശാച് കടന്നുകൂടി. കാരണം അത്രമാത്രം കൂടുതലായ ധനം അവരുടെ കൈയിൽ വന്നപ്പോൾ അത് മുഴുവനും കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ 5-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ പറയുന്നത്, അതായത്
അവരുടെ ഉള്ളിലെ പിശാച് കടന്നിട്ട് ആ ദ്രവ്യത്തിൻ്റെ കുറച്ച് ഭാഗം അവർ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതുമായിട്ട് പത്രോസിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിക്കാൻ വന്നു. അപ്പോൾ പത്രോസ് അവരോട് ഇതായിരുന്നോ നിങ്ങൾ കൊടുക്കുവാനിരുന്നതായ ധാന്യമെന്ന് ചോദിക്കുകയുണ്ടായി. അത് തന്നെയാണെന്ന് അവർ തീർത്തു പറഞ്ഞു. അവനോട് കള്ളം പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ദൈവത്തോട് കള്ളം പറയുന്നത്? അങ്ങനെ ആ തരുണത്തിൽ അനന്യാസ് അവിടെ മരിച്ചു വീണു എന്ന് വേദപുസ്തകം നമ്മെ അനുശാസിക്കുന്നു. അതിനുശേഷം തൻ്റെ ഭാര്യയായ സഫീറയും വന്നു. അവളും തൻ്റെ ഭർത്താവ് പറഞ്ഞ പോലെ പറഞ്ഞു. അവളും ഈ കാര്യത്തിൽ കള്ളം പറയുകയും ഭർത്താവിനോടൊപ്പം ഒത്തുചേരുകയും ചെയ്തു. അതിൻ്റെ അനന്തരഫലമാണ് എന്താണ്? അവളും അവിടെ മരിച്ചു വീഴുവാൻ കൊണ്ട് ഇടയായി തീർന്നു. ആയതുകൊണ്ട് കള്ളം പറഞ്ഞാൽ അന്നേരം നടന്ന ശിക്ഷയെക്കുറിച്ചാണ് നാം ഇവിടെയും കാണുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പാപം ചെയ്യുന്നവന് യാതൊരു മോചനവുമില്ല, അല്ലെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കുകയില്ല എന്നുള്ള കാര്യം വസ്തുനിഷ്ഠമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായ ഓരോരുത്തരുമേ, അതേ ആദ്യ 300 നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് പല പീഡകൾ വന്നു. എന്നാൽ അവരാരും ചഞ്ചലപ്പെട്ടില്ല, തങ്ങൾ കള്ളം പറയുവാൻ ആഗ്രഹിച്ചില്ല. അതേ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ തക്കവണ്ണം പലരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെയും പുസ്തകങ്ങളിലൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും തങ്ങൾ കള്ളം പറയുവാനോ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുവാനോ ആഗ്രഹിച്ചില്ല. ആയതുകൊണ്ട് അവരൊക്കെയും അതേ മരണത്തിൻ്റെ പിടിയിൽപ്പെട്ട് അതേ കഷ്ടതയോടുകൂടി മരിക്കേണ്ടി വന്നു. എന്നാലും എന്തു ചെയ്തില്ല? അവർ സത്യത്തിന് വേണ്ടി നിലനിന്ന അനുഭവങ്ങൾ അതേ അനവധിയായി വിവരിപ്പാൻ തക്കവണ്ണം എനിക്ക് സാധിക്കും. എന്നാൽ അതിന് നമുക്ക് സമയമില്ല. എന്നാൽ തന്നെയും അതേ യേശു ക്രിസ്തുവിൻ്റെ മാതൃക എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2:21 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ ഞാൻ ഇപ്രകാരം വായിക്കുന്നു. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്ര ചെയ്ത്. അത് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അത് നമുക്ക് വേണ്ടി പാടുപെട്ടു മരിച്ചു. അവൻ്റെ ജീവിതത്തിൽ ഒരു പാപത്തിൻ്റെ ലേശം പോലും ഇല്ലായിരുന്നു. അവൻ നമുക്കൊരു മാതൃക നൽകിയിരിക്കുകയാണ്. കാരണം ജീവിതത്തിൽ അതേ കള്ളം പറഞ്ഞ് ശീലിച്ചിരിക്കുന്നവരായ പലരുമുണ്ട്. അതേ അവരോട് പറയുന്നത് നിങ്ങൾ ആ വഴി വിട്ട് മാറുക. കാരണം യേശുവിൻ്റെ അനുയായികളായി ജീവിച്ചിരിക്കുന്നതായ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സെഫന്യാസിൻ്റെ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ ഒരു ശേഷിപ്പുണ്ട്, അവരെന്ത് ചെയ്യുകയില്ല? ഇസ്രായേൽ ശേഷിപ്പുള്ളവർ നീതിയോട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല, അവർ മേഞ്ഞുകിടക്കും, ആരും ഭയപ്പെടുത്തുകയുമില്ല. ആയതുകൊണ്ട് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാൻ പോകുന്നു. ആ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിനെ അനുഗാമികളായി ജീവിച്ചിരിക്കുന്നവരായ നാം എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് വെളിപാടുകാരൻ പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. വെളിപാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം പറയുന്നത്, ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. അതായത് ഭോഷ്കിൻ്റേതായ കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വീണ്ടും നമുക്ക് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായ കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അപ്പോൾ ഇടതും വലതുമായി തിരിക്കുന്നതായ സമൂഹത്തിൽ ദൈവത്തിന് നിരക്കാത്തതായ അല്ലെങ്കിൽ ശപിക്കപ്പെട്ടവരായിട്ടുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. വെളിപാടുകാരൻ വീണ്ടും 21-8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ വർണ്ണം. അപ്പോൾ അവിടെ ഭോഷ്ക് പറയുന്ന എല്ലാവർക്കും അവിടെ ഒരു നീണ്ട പട്ടിക കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ആ ഭോഷ്ക് പറയുന്ന വ്യക്തികൾ നമ്മൾ അറിഞ്ഞും അറിയാതെയുമായി ചെയ്യുന്നതായ കാര്യങ്ങൾക്ക് ദൈവം നമ്മോട് ക്ഷമിക്കും. എന്നാൽ അതിന് മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നാം കാക്ഷിക്കുന്നതായ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ.
എൻ്റെ കേൾവിക്കാരായ ഓരോരുത്തരുമേ അതേ പുതിയ യെരൂശലേമിലെ വാസത്തിൽ ദൈവകൽപ്പനയുള്ളവരാണ് മാത്രമേ സ്വർഗ്ഗത്തിൽ പോവുകയുള്ളൂ. അവിടെ വെളിപാടുകാരൻ വീണ്ടും 22-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ വസ്ത്രം അലക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവകൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. അത് ചില പരിഭാഷകളുണ്ട്. അതായത് നമുക്കറിയാം, നാം എപ്പോഴും മറ്റുള്ള മുമ്പാകെ പോകുമ്പോൾ വൃത്തിയായിട്ട് മോടിയായിട്ട് പോവാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് നമ്മെ കാണുന്നവർ കണിശമായിട്ടും ഈ വ്യക്തി നല്ല വ്യക്തിയാണെന്ന് പറയുവാൻ. ആയതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളം കൊണ്ടും, അതായത് നമ്മുടെ നാവിൽ നിന്ന വാക്കുകളാൽ, നമ്മുടെ ചിന്തകളാൽ, നമ്മുടെ പ്രവർത്തനങ്ങളാൽ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ അതിന് യേശുക്രിസ്തു എന്ന നീതിമാൻ്റെ വസ്ത്രം നാം ധരിക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അത് അങ്ങനെയല്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് വീണ്ടും നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. വെളിപാടുകാരൻ പറയുന്നത് 22:15, നായ്ക്കളും ശുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഇത് യെരൂശലേമിലെ അകത്ത് ഇരിക്കേണ്ട വ്യക്തികളെക്കുറിച്ച് പറഞ്ഞതിന് പകരം പുറത്തുള്ളവരാണ്. അവരെങ്ങനെയുള്ളവരാണ്? അവർ ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരാണ്, ബിംബാരാധികളാണ്, കൊലപാതകന്മാരാണ്, ദുർനടപ്പുകാരാണ്, ശുദ്ധരക്കാരാണ്. അതുപോലെ തന്നെ നായ്ക്കളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത് മറ്റൊന്നുമല്ല. അതായത് ഭോഷ്കിൽ പ്രിയപ്പെടുന്ന ഏവരും, ഭോഷ്ക്ക് പറയുക, ഭോഷ്ക്ക് പ്രവർത്തിക്കുക, ഭോഷ്ക്ക് ചിന്തിക്കുക, ആക്ഷൻ കാണിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നാം ഓർക്കണം, അതായത് ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരായ ഒരു വ്യക്തിയും എവിടെ പോവുകയില്ല? സ്വർഗരാജ്യത്തിൽ പോവുകയില്ല, പുതിയ യെരൂശലേമിൽ പോവുകയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്, ഇത് ദൈവം നമ്മുടെ ജീവിത അനുസരണത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നതായ കാര്യമാണ്. ദൈവകൽപ്പനയും യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് അദ്ദേഹത്തെ വെളിപാടുകാരൻ പറയുന്നുണ്ട്. ആയതുകൊണ്ട് ഈ 10 കൽപ്പനയെ നാം ഓരോന്നായിട്ട് പഠിക്കുന്നതിന് ഉദ്ദേശം മറ്റൊന്നുമല്ല. അതായത് ആത്മീയ ജീവിതത്തിൽ ദൈവകൽപ്പന യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരായിരിക്കണം. നാം എന്ത് ചെയ്യണം? നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവൻ്റെ കൽപ്പനകളെ പാലിക്കുക. യേശുക്രിസ്തു ഈ ഭൂമിയിൽ താൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. അവൻ പാപമില്ലാത്തവൻ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആയതുപോലെ നമ്മുടെ ജീവിതങ്ങളും കാണുന്നവർ കണിശമായിട്ടും പറയണം, ഞാൻ പാപമില്ലാത്ത വ്യക്തിയാണ് എന്ന്. അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? എഫേസ്യ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രകാരം വായിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. എന്താണ് നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും? നമുക്കറിയാം, നാം പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു 2 വാക്കുകൂടെ കൂട്ടിച്ചേർത്ത്, ഒന്നുകിൽ നന്മയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അവരെ പുകഴ്ത്തി പറയുമായിരിക്കും, അല്ലെങ്കിൽ അവരെ താഴ്ത്തി പറയുമായിരിക്കും. എന്ത് തന്നെയായാലും ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന്, എൻ്റെ വായിൽ നിന്ന്, നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും പോലെ സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകട്ടെ. തമ്മിൽ ദയയും മനസ്സലിയുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക. പലപ്പോഴും നാം നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ, സഹോദരിമാരുടെ ഇടയിൽ നമുക്ക് നിരാക്കാത്തതായ സംസാരം കേട്ടാൽ അവരോട് ക്ഷമിപ്പാൻ തക്കവണ്ണമുള്ളതായ ഒരു മനസ്സ് ഇവിടെ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ളതായിരിക്കണം? നല്ല വാക്കല്ലാതെ ആകാത്തത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഉവ്വ് എന്നും അല്ല എന്നുള്ളത് അപ്പുറം അല്ലാതെ വേറൊരു വാക്ക് നമ്മിൽ നിന്നും വരരുത്. കാരണം നാം പറയുന്ന ഓരോ വാക്കിനാലും നമ്മെ ദൈവം ന്യായം വിധിക്കും എന്ന് തിരുവചനം അനുശാസിക്കുന്നുണ്ട്. ആയതുകൊണ്ട് എൻ്റെ നാവ് മറ്റുള്ളവരെ ഹനിക്കുന്നതാണോ? അതായത് ക്യാരക്ടർ അസാസിനേഷൻ എന്നുള്ള ഒരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. സ്വഭാവത്തെ ഹനിക്കുന്നതായ അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ്. അങ്ങനെയുള്ള പ്രവണത ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ആകാത്തത്, അല്ലെങ്കിൽ നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും
നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ വാ എന്ന് പറയുന്നത് നല്ല കാര്യത്തിനാണ് ദൈവം നൽകിയിരിക്കുന്നത്. അത് നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ അവയിൽ നിന്ന് ഭോഷ്ക് പറയുകയാണെങ്കിൽ, അത് ഭോഷ്ക് വരികയാണെങ്കിൽ അത് പിശാചിൻ്റെ സ്വഭാവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് പിശാചിൻ്റെ മക്കളെ പിന്നെയോ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള ഒരവകാശമാണ് ഈ ദൈവം എനിക്കും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ആയതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് ഭോഷ്കിൻ്റേത് അല്ലാതായിരിക്കണം. അത് ആകാത്തത് ഒന്നും വരരുത്. എങ്കിൽ അന്യോന്യം ക്ഷമിക്കുവാനുള്ളതായ മനോഭാവം ഉണ്ടായിരിക്കണം. അങ്ങനെ സ്വർഗരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും എങ്ങനെയുള്ളവരായിരിക്കണം? യേശുവിനെ പോലുള്ളവരായിരിക്കണം. അത് ഒരിക്കലും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുന്നവനല്ല. അങ്ങനെയുള്ളവരൊക്കെയും അതിന് അപ്പുറത്തല്ല, അവർ പുറത്ത് തന്നെ എന്ന് തിരുവചനം പറയുന്നുണ്ട്. ആയതുകൊണ്ട് അകത്തുള്ളവരായിരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും, അതെവിടെ പറയുന്നത്, ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും നിങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് തിരുവചനം അനുശാസിക്കുന്നത്. അതേ കർത്താവായ യേശുക്രിസ്തു പറയുണ്ടായി, അത് ഇടത്തുള്ളവരോട്, അതായത് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അനുദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എന്നുള്ള ശബ്ദം കേൾപ്പാൻ നാം ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. ആയതുകൊണ്ട് ആ ചിന്താഗതി നമ്മുടെ ജീവിതങ്ങളിൽ വരികയും അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുകയും നമ്മുടെ നാവിൽ നിന്ന് വാക്കുകളിൽ അത് നിലനിടുകയും ചെയ്യുമ്പോൾ കണിശമായിട്ടും അതേ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള സാവകാശം ദൈവം നമ്മൾ നൽകിയിരിക്കുന്നത് എന്ന് എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും. അത് നിറവേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ തലവണയ്ക്ക് പ്രാർത്ഥിപ്പാൻ തന്ന വിലയേറിയ സമയത്തിന് നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഈ സുവിശേഷ ദൂതിനും ദൈവകൽപ്പന യേശുവിൽ വിശ്വാസവും കാത്തുകൊള്ളുന്നതായ ദൂത് നൽകിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അതിന് പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് ഉയർത്തുന്ന അവിടുത്തെ കൃപ തരുമാറാകണമേ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. സകല യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.